പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈശോ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ നോമ്പുകാലത്ത് കർത്താവിനോട് ഏറ്റവും അടുത്ത് കർത്താവിൻ്റെ കരുണയും സ്നേഹവും അനുഭവിക്കുവാനുള്ള ഒരു സമയമായിട്ട് ഈ വലിയ നോമ്പുകാലം ദൈവം നമുക്ക് അനുവദിച്ച് തരികയാണ്. കർത്താവ് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഒരിക്കൽ കൂടി തൻ്റെ കരുണ വർഷിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ സർവശക്തിയോടുകൂടി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. കരങ്ങളുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥമായ ഒരു നോമ്പ് ആചരണം നടത്തുവാൻ അനുതാപത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയുമായ വഴികളിലൂടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ച് നമ്മുടെ ജീവിത രൂപാന്തരീകരണത്തിനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രയത്നിക്കാം. നോമ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷേ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഈ നോമ്പുകാലത്ത് ഞാൻ എന്തൊക്കെയോ വേണ്ടായെന്ന് വെക്കണം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു മനോഭാവമായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചില ആഹാര പദാർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഈ നോമ്പുകാലത്ത് ഞാൻ വേണ്ടാന്ന് വെക്കണം. അല്ലെങ്കിൽ ഈ നോമ്പ് ആചരണം എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ ആചാരമാണ്. നോമ്പൊന്നും ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല, അല്ലെങ്കിൽ നോമ്പ് ആചരിക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ചില മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. ചിലർ ഉപവാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. ഉപവാസം എന്നാൽ വ്യക്തിപരമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി, ചില കാര്യ സാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അതൊരു വ്യക്തി കേന്ദ്രീകൃതമാണ്. നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നാം ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നു, ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് ഉപവാസം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നാം ആചരിക്കുന്നത് നോമ്പ് ആചരണമാണ്. നോമ്പാചരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി കേന്ദ്രീകൃതത്തിൽ അധികമായിട്ട് അതിലേക്ക് അപ്പുറം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ് നോമ്പ് നാം ആചരിക്കുക. ക്രിസ്തുവിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം നോമ്പാചരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം നൽകേണ്ടത്. ഭൗതികമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ലോകവും ഈ ലോകം നൽകുന്ന ഭൗതിക നേട്ടങ്ങളുമെല്ലാം നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാവുക എന്നതാണ് നോമ്പാചരണത്തിൻ്റെ അർത്ഥം. അതായത് കുരിശ് വഹിച്ച് കുരിശിൽ മരിച്ച് പീഡയനുഭവിച്ച് നമ്മൾക്ക് രക്ഷയ്ക്കായിട്ട് സ്വന്തം ജീവിതം തന്നെ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ ജീവാർപ്പണം ചെയ്ത കർത്താവിൻ്റെ
ആ വിശുദ്ധ കുരിശിനോട് അനുരൂപരായി തീരുക. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കുക. ഇതാണ് നോമ്പാചരണത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥവും നാം നോമ്പാചരണങ്ങളിൽ നാം ചെലുത്തേണ്ട ശ്രദ്ധയുമെല്ലാം ഇതാണ്. കർത്താവിനെ കൂടുതൽ അറിയുക, കർത്താവിനോട് കൂടുതൽ അടുക്കുക, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുക, കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ മാറ്റിവെക്കുക. ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ നോമ്പ് ആചരിക്കുക. മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തുന്ന സമയമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ ഇന്നലകളിൽ നമ്മൾ കർത്താവിനെ മറന്നുകൊണ്ട് കർത്താവിൽ നിന്ന് മാറി നിന്ന കുറേ കാലഘട്ടങ്ങൾ ഉണ്ടാവാം ജീവിതത്തിൽ. ഇങ്ങനെ തിന്മയുടെ സ്വാധീന മേഖലകളിൽപ്പെട്ട് ദൈവത്തെയും ദൈവികതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരാണ് ഒരുപക്ഷെ നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ കൂടുതൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ദൈവസ്നേഹം നുകരുന്ന നാളുകളാണ് നോയമ്പ്. നോയമ്പ് ആചരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹം അനുഭവിക്കുക എന്നതാണ് അർത്ഥം. യഥാർത്ഥമായ ദൈവ സ്നേഹാനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ദിനങ്ങളാണ് നോമ്പ് ദിനങ്ങൾ. ഈ ദിനങ്ങൾ തീർച്ചയായിട്ടും ആത്മീയമായ അച്ചടക്കത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. ഇത് വെറുമൊരു പുറമെയുള്ള അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അകമയുള്ള മാറ്റത്തിൻ്റെ ദിനങ്ങളായിട്ട് പ്രിയമുള്ളവരെ നോമ്പാചരണം മാറണം. നമ്മൾ കുറേ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരാകുന്നതിനപ്പുറം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും ജീവിതാവസ്ഥകളും ഉള്ളിൻ്റെ യഥാർത്ഥമായ ഒരു മാറ്റത്തിലേക്ക് നോമ്പാചരണം നമ്മളെ കൈപിടിച്ചുയർത്തണം. തീർച്ചയായിട്ടും നമ്മൾ നോമ്പാചരിക്കുമ്പോൾ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് പ്രലോഭകൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക എന്ന് പറഞ്ഞാൽ. കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നതിനപ്പുറം പ്രിയമുള്ളവരെ നോമ്പാചരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരു പക്വതയിലേക്ക്, ആ പക്വതയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും ഈശോയെ അറിയുവാനും ആ സ്നേഹത്തിൽ ഈശോയുമായിട്ട് ഒന്നായി തീരുകയും ചെയ്യുക എന്നതാണ് നോമ്പ് ആചരണങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. തിന്മകളെ മാറ്റി നിർത്തി തീർച്ചയായിട്ടും നന്മയിലേക്ക് വളരുന്നതിനുള്ള ഒരു വിളിയാണ് നോമ്പ് ആചരിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് നോമ്പ് ആചരിക്കുന്നതിൽ വർജനവുമുണ്ട്, സമർപ്പണവുമുണ്ട്. നോമ്പിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധ ചെലുത്തണം. ഒന്നാമതായിട്ട് ഫാസ്റ്റിംഗ്, അതായത് വർജിക്കുക. നമ്മെ അടിമപ്പെടുത്തുന്നവയെ, നമ്മെ പ്രലോഭിപ്പിക്കുന്നവയെ, നമ്മുടെ ജീവിതത്തെ തിന്മയിലേക്ക് പാപത്തിലേക്കൊക്കെ നയിക്കുവാൻ ശക്തിയുള്ള പല സ്വാധീന മേഖലകളെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് നോയമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സറണ്ടർ. നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ തിന്മയിലേക്ക് നയിക്കുന്ന ജീവിത ശൈലികൾ, ചില വാക്കുകളൊക്കെ ഒരുപക്ഷെ നമ്മെയും മറ്റുള്ളവരെയുമൊക്കെ ദൈവത്തിൽ നിന്ന് മാറ്റി ദൈവത്തിൽ നിന്ന് അകറ്റുന്നവയായിരിക്കാം. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തെറ്റായ മനോഭാവങ്ങൾ ഇവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പുതിയൊരു സൃഷ്ടിയായിട്ട് ഒരാത്മീയ രൂപാന്തരീകരണം പ്രാപിക്കേണ്ട ദിനങ്ങളാണ് നോമ്പ് ആചരണം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഫൊർഗീവ്, അതായത് ക്ഷമിക്കുക.
യഥാർത്ഥ ക്ഷമ നമ്മൾ കുരിശിലാണ് കാണുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ള സകല തിന്മകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ക്ഷമയുടെ വലിയൊരു പാത തന്നെ കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി തുറന്നു തരികയാണ്. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ മുറിവേറ്റ അനുഭവങ്ങൾ, കൈപ്പേറിയ ജീവിതാനുഭവങ്ങളൊക്കെ പല വ്യക്തികളോടും പകയും വിദ്വേഷവുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും ഒരുപക്ഷെ ഈ വ്യക്തികളോടൊക്കെ ക്ഷമിക്കുവാൻ സാധിക്കാത്ത മനോഭാവങ്ങളും മാനസിക അവസ്ഥകളുമൊക്കെ നമുക്കുണ്ടെങ്കിൽ കുരിശിലേക്ക് നോക്കേണ്ട സമയമാണ് നോമ്പ് ദിനങ്ങൾ. കുരിശിലേക്ക് നോക്കിക്കൊണ്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ തനിക്കെതിരെ തന്നെ കുരിശിലേറ്റിയവരോട് കർത്താവ് ക്ഷമിച്ചതുപോലെ ഒരുപക്ഷെ അർഹിക്കാത്തവന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പേരായിരിക്കാം ക്ഷമ എന്ന് പറയുന്നത്. കുരിശിൽ കിടന്ന ഈശോ കാണിച്ചു തന്ന സ്നേഹവും ഇത് തന്നെയാണ്. അർഹിക്കാത്തവരോട് ക്ഷമിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മോട് ക്ഷമിച്ചു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വ്യക്തി വൈഭവങ്ങൾ കൊണ്ടല്ല, അവിടുത്തെ കരുണയും സ്നേഹവും കൊണ്ടാണ്. അർഹിക്കാത്തവരായ നമുക്ക് ദൈവം ക്ഷമയിലൂടെ ക്ഷമിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യവും സ്നേഹവും നൽകുകയാണ്. നാലാമതായിട്ട് ഗിവ്, കൊടുക്കുക എന്നതാണ്. നമ്മൾ യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരൻ്റെ വേദനകളും കുറവുകളും ഏറ്റെടുക്കുവാനുള്ള വലിയ മനസ്സിൻ്റെ തുറവി നമുക്ക് കിട്ടും. അവരൻ്റെ വേദനകൾ നമ്മുടെ വേദനകളായി മാറും. ഈ നോമ്പ് കാലത്ത് യഥാർത്ഥമായ ത്യാഗ പ്രവൃത്തികൾ വഴി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദാനധർമ്മങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരുടെ വേദനകൾ ഏറ്റെടുക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ അഭിനയങ്ങൾ ഒക്കെ ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് വലിയ അനുഭവത്തിൻ്റെ ആത്മീയതയിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിക്കേണ്ട സമയമാണ് യഥാർത്ഥ നോമ്പാചരണം എന്ന് പറയുക. ജീവിത രീതികളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. വേദനിക്കുന്നവരുടെ വേദന, അടിമത്തത്തിൽ ജീവിക്കുന്നവരുടെ വിടുതൽ, സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അങ്ങനെയാണ് ഈ നോമ്പ് നമ്മൾ കൂടുതൽ അർത്ഥവത്താകേണ്ടത്. ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് യഥാർത്ഥമായ ദൈവ ആരാധനയിലാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് ഏറ്റവും വലിയ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ കരുണയുടെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെ മേൽ കർത്താവ് തൻ്റെ വലിയ കരുണ വർഷിക്കട്ടെ. രോഗികൾ സൗഖ്യപ്പെടട്ടെ. വേദനകളും മുറിവുകളുമെല്ലാം കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേ
അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന.